ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ളൊരു കുക്കിംഗ് ഡേ ആക്കാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കറി ഗ്രീൻ പീസാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസിലേക്ക് ഒരു വല്യുള്ളിയും ഒരു തക്കാളിയും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 5 പച്ചമുളകും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇത് വെള്ള കളർ ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് അല്പം എണ്ണയും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിക്കുന്നത് കറി പുറത്തേക്ക് തൂവിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒറോട്ടി തയ്യാറാക്കാം. ചോറ് വെക്കുന്ന അരിയും അതിലേക്ക് പച്ചരിയും ചേർത്ത് പൊടിച്ച് വെച്ചതാണത്. അത് പച്ചവെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാം. എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കറി തൂമിക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് തൂമിച്ചതാണത്. ചെറിയ കല്ലുമ്മക്കായാണ് ഇന്ന് ചോറ് വയ്ക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 വല്യുള്ളി വഴറ്റുക. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 3 തക്കാളിയും 4 പച്ചമുളക് ചതച്ചതും ചേർക്കുക. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും പെരിഞ്ജീരകപ്പൊടി 1 സ്പൂണ്, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കല്ലുമ്മക്കായ ഇടുക. വളരെ ചെറിയ കല്ലുമ്മക്കായാണ് എനിക്ക് കിട്ടിയത്. ഇനി അരി അളന്ന അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം ഒഴിക്കുക. കൈമ റൈസാണ് ഞാൻ ഇനി ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇടാം. അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിക്കുക. കല്ലുമ്മക്കായ ചോറ് റെഡി. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ആഗോലി മീനാണത്. രണ്ട് സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പെരിഞ്ജീരകപ്പൊടി, റെഡ് കളറ് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു സ്പൂൺ കോൺഫ്ലവർ, ലെമൺ ജ്യൂസ്. നല്ലപോലെ മസാല മീനിൽ പെരക്കി അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം.
എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അല്പം കറിവേപ്പില ഇടാം. അതിലേക്ക് മീൻ നിരത്തി വയ്ക്കാം. രണ്ട് വശം നല്ലപോലെ മൊരിച്ചെടുക്കണം. എല്ലാവരും ഇതുപോലെ ആയിരിക്കും അല്ലേ മീൻ വറുക്കുന്നത്? ഇതുപോലെ ഒന്ന് മീൻ വറുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് നോക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്കും ചെയ്യണേ.